ഓക്കെ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ അകത്ത് ചിലപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ശരിക്കും ഒരു ലൈൻ എടുത്ത് ആ ലൈനിൻ്റെ അകത്ത് ടേംസ് ആഡ് ചെയ്യാൻ ബെൻഡ് ആവുമോ? അങ്ങനത്തെ കുറേ സംശയം കുറേ പേർക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് അതൊന്ന് ഇവിടെ കാണിച്ച് തന്നിട്ട് തുടങ്ങി കേട്ടോ. ഓക്കെ, ഇതൊരു പേജിൻ്റെ അകത്ത് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, അതായത് y ഈക്വൽ ടു 0. ലൈനൊന്നും ഇല്ല, ഒരു ലൈനും ഇല്ല. ഓക്കെ, ഞാൻ ഡിഗ്രി 1 ഉള്ള, അതായത് ഇവിടെ നമ്മൾ ഡിഗ്രി കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ചും ഏത് സൈനാന്ന് കൊടുത്താൽ അതിനനുസരിച്ചും ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഈ പേജ് സെറ്റ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഒരു ലൈൻ എടുക്കുക. ഈ ലൈൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന, അല്ല, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനാണ് ഇത്. ഓക്കെ, നമ്മൾ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ തിരിച്ചു വരും, കണ്ടോ? ഇങ്ങോട്ടായിരിക്കും വരുന്നത്, കാരണം ഇവിടുന്ന് താഴോട്ട് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഇത് പക്ഷേ പോസിറ്റീവ് എക്സ് ആണ്, ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈൻ. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ടേം ആഡ് ചെയ്ത് വളയുന്ന കാണിച്ചു തരാം. ഇത് പ്യുവർ മാത്തമാറ്റിക്കൽ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര വാല്യൂ കൊടുക്കുന്നത് അതിനനുസരിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു ടേം കൂടുതലുള്ള കൊടുക്കുക, ഒരു പോസിറ്റീവ് ടേമാണ് ഞാൻ ആഡ് ചെയ്യുക. എക്സ് പ്ലസ് എക്സ് റേസ് ടു 4/4 ഫാക്ടോറിയൽ. താഴെ അതിനനുസരിച്ച് അതേ ഫാക്ടോറിയലും ആഡ് ആവുക. അതൊക്കെ എന്താന്ന് പോകെ പറയാം. ഓക്കെ, ഇനി ഞാൻ അത് നേരെ നെഗറ്റീവ് ആക്കുക, അപ്പോൾ അത് താഴോട്ട് വരും. ഇനിയും ഒരു ടേം ആഡ് ചെയ്യുക. ഞാൻ ഇത് റാൻഡമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ടേം ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനായി. അത് ഞാൻ നെഗറ്റീവ് എടുത്താലോ ഇങ്ങനാവും, നേരെ ഓപ്പോസിറ്റും, കണ്ട? ഓക്കെ, തിരിച്ചാണെങ്കിൽ തിരിച്ച് ഇവിടുന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നത് അതിൻ്റെ. ഇനിയിപ്പോൾ വേണ്ട, ഞാൻ എന്താ ഇങ്ങനെ പുതിയ ഒരെണ്ണം എടുത്ത് അത് നെഗറ്റീവ് ടേം എടുക്കുക, ആഡ് ചെയ്ത്. ഓക്കെ, അത് ഇങ്ങനെ വന്ന് മേ ബി ഇതിൽ കൂടുതൽ ബെൻഡിങ് കാണും, പക്ഷെ നമുക്ക് അപ്പുറത്തോട്ട് ഈ സ്ക്രീനിൽ അറിയാത്തതുകൊണ്ട് അത് വലിയ വലിയ ടേംസ് വേണ്ട. ഞാൻ ജസ്റ്റ് റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ മറ്റേ അടുത്ത് കണ്ടത് എന്തായിരുന്നു, ഇവിടെ കണ്ടത് ഇത് തന്നെ വരുമോയെന്ന് അറിയണമല്ലോ. എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5/5 ഫാക്ടോറിയൽ ആഡ് ചെയ്ത ഇതുപോലെ തന്നെ വരുമോയെന്ന് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ 3 ടേം മാത്രമേ ഇവിടെ എടുക്കാം. എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5/5 ഫാക്ടോറിയൽ. നമുക്ക് പോകേണ്ട എന്താ, ഏറ്റവും എക്സ്, ഏറ്റവും ഡിഗ്രി 1 ഉള്ള പോസിറ്റീവ് എക്സ് എടുത്ത്, ഇനി അതിൻ്റെ അകത്തോട്ട് എന്തായാലും അപ്പുറത്ത് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. കണ്ട ഏറെക്കുറെ അതുപോലെ വളഞ്ഞു വന്നണ്ട. ഇനി എന്താണ് അടുത്തത്, എക്സ് റേസ് ടു 5/5 ഫാക്ടോറിയൽ. കണ്ട ഇപ്പൊ അത് ഏറെക്കുറെ വന്നണ്ട, ഇവിടം തൊട്ട് ഇവിടം വരെ. അടുത്ത ടൈം എന്തായിരുന്നു, മൈനസ് എക്സ് റേസ് ടു 7/7 ഫാക്ടോറിയൽ. എക്സ് റേസ് ടു 7/7 ഫാക്ടോറിയൽ. ഇപ്പൊ കണ്ട ഇങ്ങനായി. ഓക്കെ, ഇനി ഞാൻ ഈ മൈനസ് ഒന്ന് പ്ലസ് ആക്കാൻ നോക്കിയാലോ, കണ്ടോ തിരിയും, നേരെ തിരിയും. അത്രേ ഉള്ളു. നമ്മൾ കറക്റ്റ് സൈനും കറക്റ്റ് കോഎഫിഷ്യന്റും കറക്റ്റ് പവറും ആഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് ഇങ്ങനെ വളയും. ഇല്ലെങ്കിൽ ആണ് നോക്കിയപ്പോ ഞാൻ ഇത് തിരിച്ചു വെച്ച്, കണ്ടോ വ്യത്യാസമുണ്ട്. പല രീതിയിലൊക്കെ ഇത് വളയുന്നുണ്ട്. നമ്മൾ കറക്റ്റ് അതുപോലെ വളയ്ക്കണം. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ഇതുപോലെ ഫംഗ്ഷനിൽ മാനുവലി ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ നമുക്ക് ഈ സൈൻ എക്സ് വരച്ച് പോവാം. നമ്മൾ ഏത് പോയിന്റ് വരെ, ഇപ്പൊ എനിക്ക് ഈ പോയിന്റ് വരെ വേണ്ടത്, ഞാൻ ഇതുപോലെ വീണ്ടും വളച്ചെത്തിച്ച് ഇപ്പൊ ഞാൻ പറയാം. അടുത്ത എത്ര, പ്ലസ് എക്സ് റേസ് ടു 9/9 ഫാക്ടോറിയൽ. കണ്ടോ, അങ്ങനെ വളച്ച് എനിക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇരിക്കുക. ഓക്കെ, ഇതിപ്പോ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സിന്റെ ബ്ലൂ ലൈൻ ഇല്ല, ഇത് ഞാൻ അല്ലാതെ കാണിച്ചു തന്നെ. സ്ട്രെയിറ്റ് ലൈൻ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ടേം ആഡായിട്ട് ഇങ്ങനെ വളയും. ഇതുകൂടെ പറയണമെന്നുണ്ടായിരുന്നു, ഇവിടെ പറഞ്ഞാലേ മനസ്സിലാവും. ഞാൻ അത് ജസ്റ്റ് ഈ പറഞ്ഞ എന്തേലും ഗിമിക്ക് വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ വെച്ച് ഒട്ടിച്ച് ചേർക്കുക എന്നല്ല. ഇത് ശരിക്കും ഇങ്ങനെ എടുത്തു പോയാൽ ഇത് വരച്ചെടുത്താൽ സൈൻ എക്സ് പോലെ തന്നെ ഇരിക്കും. ജസ്റ്റ് അടുത്ത ഒരു ടേം കൂടെ ആഡ് ചെയ്യാം, 11 നെഗറ്റീവ്. കണ്ടോ സൈൻ എക്സ് പോലെ ആവുന്നുണ്ടോ?
ഞാൻ ടേമുകൾ ആഡ് ചെയ്താൽ ഉണ്ട് sin x പോലെ ആയിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം ആഡ് ചെയ്യുന്നോ അത്രത്തോളം ആക്യുറേറ്റ് ആവും. ഉണ്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ എത്രത്തോളം ആഡ് ചെയ്യുന്നോ അത്രത്തോളം ഇവർ ആക്യുറേറ്റ് ആവും. പക്ഷെ എനിക്കിതാ ഇപ്പൊ ഈ ഒരു പോയിന്റിൽ വരെ മാത്രം മതിയെങ്കിൽ എനിക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇത്രയും മാത്രം മതി കമ്പ്യൂട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ എനിക്ക് ഈ പോയിന്റിൽ വേണേൽ എനിക്ക് ഇനിയും വളയ്ക്കണം. കണ്ട ഇങ്ങനെ വളച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ടൈം വരെ നമുക്ക് പോവാം. ഇത് മെഷീൻസിന് കമ്പാരേറ്റീവ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം. എന്താ കാര്യം? ഇതെല്ലാം പ്ലസ്സാ, ഇടയ്ക്ക് പ്ലസും മൈനസും ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷനാ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 2. ഇവിടെ എവിടെയും കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പോണൻഷ്യലോ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസോ ഡെറിവേറ്റീവോ ഒന്നും വരുന്നില്ല. ഇവിടെ നോക്കി, ഇവിടെ ആകെപ്പാടെ വരുന്നത് എന്താ? f(x) = sin x എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ നമ്മളിതാ റെപ്രസെന്റ് ചെയ്യും ഇങ്ങനെ. എന്ത്? മൈനസും മൾട്ടിപ്ലിക്കേഷനും മാത്രം വെച്ച്. ഇതുപോലെ ഓൾമോസ്റ്റ് എനിക്കത് കറക്റ്റ് നോളജ് ഓക്കെ, എൻ്റെ അറിവിൽ എല്ലാ ഫംഗ്ഷനും നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റും. എൻ്റെ അറിവിൽ ഓക്കെ. ഇപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ ടേം ഇതിന് മാറ്റി കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ ഏതെങ്കിലും ഓക്കെ മനസ്സിലായി കാണും എന്നൊരു ബോധ്യം കിട്ടി. ഇഥവാ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മതി. അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നമുക്കിനി വേണ്ടത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ ഇത് വളയുമെന്ന്, മീൻസ് ടേംസ് ആഡ് ചെയ്യുമ്പോൾ ലൈൻ വളയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ വളയും? മേപ്പോട്ട് വളയോ താപ്പോട്ട് വളയോ അല്ലെ എന്തുകൊണ്ടാ വളയുന്നത്? അതാണ് എപ്പോഴും വേണ്ടുന്ന ചോദ്യം. എന്തുകൊണ്ട്? ആ ക്യൂരിയോസിറ്റി വേണം. അതായിന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതാ തിരിച്ച് വീണ്ടും നമ്മുടെ തുടങ്ങിയ പോയിന്റിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ. ഇവിടെ നിന്നല്ല നമ്മൾ ലൈൻ വരയ്ക്കുന്നു, വളയ്ക്കുന്നു, എന്തിനു വളയ്ക്കുന്നു, എങ്ങനെ വളയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയത്. നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് വീണ്ടും തിയറി. ഓക്കെ, അത് ഈ തിയറിയും കൂടെ പറഞ്ഞാൽ ഇനി ബാക്കി പോകാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ച് നേരത്തേക്ക് ഇപ്പൊ വിഷ്വൽസ് ഇല്ല, തിയറി പറഞ്ഞാലേ പോകാൻ പറ്റും. ഓക്കെ, ഇപ്പൊ പുതിയതായിട്ട് വന്നവരാണെങ്കിൽ നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ നമ്പേഴ്സിന്റെ ഒരു സാധനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ സീരീസ് പോലെ. അതിന്റെ ബാക്കി ചെയ്ത് അപ്പൊ അവിടെ തൊട്ട് നോക്കിയാലേ ഇത് മനസ്സിലായി വരത്തുള്ളൂ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ഇതാണ് നമ്മൾക്ക് വേണ്ടത് ലൈൻ്റെ ഇക്വേഷൻ. അതായത് f(x) = x എന്ന് പറയുകയാണെങ്കിൽ ആ എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, ആ എക്സിന്റെ റെപ്രസെന്റേഷൻ, അതായത് നമ്മുടെ ലൈൻ L(x) = x² ആണെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇത്. അല്ല, L(x) = എന്ത് നമ്പർ 1 ആണെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇത്. അല്ല, L(x) = 0 ആണെങ്കിൽ ആ 0യുടെ റെപ്രസെന്റേഷൻ ആണ് ഇത്. ഓക്കെ, അതായത് നമ്മളേത് ആ പോയിന്റിലെ ലൈനിന്റെ എക്സ്പ്രഷൻ ആയത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞെന്താ, ഈ ലൈനിന്റെ എക്സ്പ്രഷന്റെ അകത്തോട്ട് നമ്മൾ കൂടുതൽ ടേംസ് ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ അതാ നമ്മൾ താപ്പോട്ട് പോവാ. ഓക്കെ, ഇത് കണ്ട് പേടിക്കേണ്ടത് ബിഗ് ക്വസ്റ്റ്യൻ. ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസിറ്റീവ് ആയിട്ട് വായിച്ചു നോക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, ഒരു പോയിന്റിലെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? പോയിന്റുകൾ എൻ്റർലി ഡിഫറെന്റ് ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അപ്പൊ നമുക്ക് ഡിഫറൻസ് ഉണ്ടോ? ഇതേ സെയിം ഇഷ്യൂ നമ്മൾ പറഞ്ഞു. ഇത് കാരണമാണ് നമ്മൾ ലൈൻ ബെൻഡ് ചെയ്യുന്നതെന്നും ടേംസ് ആഡ് ചെയ്യുന്നതെന്നും പറഞ്ഞു. അതേ കാര്യം തന്നെ ഇച്ചിരി തിയറിറ്റിക്കലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. വായിച്ചു നോക്കണമെങ്കിൽ നിർത്തിയിട്ട് വായിച്ചു നോക്കാം. ഇച്ചിരി തിയറിറ്റിക്കലായിട്ട് എറർ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് വേറെ ഒന്നുമില്ല, സെയിം സാധനം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത. ഇതാണ് റെവല്യൂഷണറി ഇൻസൈറ്റ്. അതായത് ഇതാണ് നമ്മുടെ ഐഡിയ. അതായത് നമ്മൾ ടേംസ് ആഡ് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ ലൈൻ എക്സ്പ്രഷൻ. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ടേംസ് ആഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇതാണ് നമ്മൾ ടേംസ് ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇപ്പം ഇതൊറ്റ ടേം മാത്രമേ ആഡ് ചെയ്തുള്ളൂ. നമ്മൾ പറഞ്ഞില്ല ടൈലർ സീരീസ് നമ്മൾ 2 ടേം മാത്രമൊന്നും അല്ലല്ലോ കണ്ട, വീണ്ടും കണ്ടല്ലോ കണ്ട. അപ്പോൾ വേണ്ട അടുത്ത 2 ടേം ആഡ് ചെയ്ത ഇക്വേഷൻ. അങ്ങനെ 2 ടേം മാത്രമല്ല, നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ആഡ് ചെയ്ത് പൊക്കണ്ടേ ഇരിക്കല്ല. ഇത് അതാണത്. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇത് രണ്ടും ചേർന്നിരിക്കുകയല്ല. ഓക്കെ, ഇവിടെ ഒരു സ്പേസർ ഉണ്ട്, അത് വിടാനെങ്ങാണ്ട് വിട്ട് നെക്സ്റ്റ് ലൈനാ, ഇത് കഴിഞ്ഞ നെക്സ്റ്റ് ലൈനാ. അത് അല്ലാതെ ഇതിന്റെ കൂടെ ചേർന്നിരിക്കുന്നതല്ല ഇത്. ഓക്കെ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അത് ഇതിന്റെ HTML റിലീസ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ആക്കാം. ഓക്കെ, നമ്മൾ വന്ന് ടേംസ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ടേംസ് ആഡ് ചെയ്താണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, f(x) = ആണ് ഈ പറഞ്ഞ f(a) + f' (a) × x - a എന്ന് പറയുന്നത്. ഓക്കെ,
ഇതെങ്ങനെ എഫ് ഓഫ് എ ആയെന്നും ഇതെങ്ങനെ എഫ് ഡാഷ് ഓഫ് എ ആയെന്നും നമ്മൾ ക്ലിയർ കട്ടായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ 2 കണ്ടീഷൻ വെച്ചിട്ട്. ഓക്കെ, ഇവിടെ വന്ന നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടത് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ ഇരുന്നത്. ഓക്കെ, C0 C1 ആണ് അതിന്റെ കോഎഫിഷ്യൻസ്. എങ്ങനെ C0 എഫ് ഓഫ് എ ആയിരുന്നു, C1 എഫ് ഡാഷ് ഓഫ് എ ആയിരുന്നു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 2 കണ്ടീഷൻ മാച്ച് ചെയ്യുന്നുണ്ടാന്ന്. അത് മനസ്സിലായില്ലെങ്കിൽ നേരത്തെ തന്നെ നോക്കിയാലേ പറ്റൂ. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പം ഇത് ഇൻഫാക്ട് C0 തന്നെയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് C1 ആണ്. നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നത് അപ്പം എന്ത് വരും? C2 വരും കോഎഫിഷ്യന്റ്, C3 വരും, അങ്ങനെ C4 വരും. ഓക്കെ, ഇപ്പൊ ഇത് വായിച്ചു നോക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇത് വായിച്ചു നോക്കിയ ഡെറിവേറ്റീവിനെ വെച്ചിട്ട് തലയ്ക്കകത്ത് പ്രശ്നങ്ങളോ. ഓക്കെ, അതപ്പോ കാര്യമാക്കണ്ട. ഇപ്പൊ ഇത് മാത്രം നോക്കിയത്. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താ, ഇവിടുത്തെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എൽ ഓഫ് എക്സ് ആണ് ഈ പറഞ്ഞ എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ. അതായത് എൽ ഓഫ് എക്സ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞത്. ഓക്കെ, അല്ല നമ്മളാ പറഞ്ഞ കർവ്ഡ് ലൈൻ്റെ അല്ല. ഓക്കെ, കർവ്ഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇതിന്റെ കൂടെ കൂടുതൽ ടേംസ് ആഡ് ചെയ്ത് വെക്കും. അപ്പൊ അത് ഒരു കർവ്ഡ് ലൈൻ ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആവത്തില്ല. ലോജിക്കലി കണ്ണൊന്ന് ചിന്തിച്ചാൽ മതി. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ലൈൻ, കർവ്ഡ് ലൈൻ എന്ന് പറഞ്ഞാൽ വളഞ്ഞു പോകുന്ന ലൈൻ. ഇതങ്ങനെ സെയിം ആവുന്നേ. ഓക്കെ, അപ്പം എൽ ഓഫ് എക്സ് ആണ് ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ. ഒരിക്കലും മാറരുത്. ഓക്കെ, നമ്മൾ പിന്നെ പറഞ്ഞെന്താ, ഇതിന്റെ കൂടെ കൂടുതൽ ടേംസ് ആഡ് ചെയ്ത് പോകുമ്പം ഇത് നമ്മുടെ ഫംഗ്ഷനോട് സിമിലർ ആയി വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഫംഗ്ഷൻ ഏതാ? എഫ് ഓഫ് എക്സ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കൂടുതൽ ടേംസ് ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും? അത് എഫ് ഓഫ് എക്സിനോട് സിമിലർ ആവും. ഓക്കെ, അതുകൊണ്ടാണ് താഴോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് സിമിലർ ടു എഫ് ഓഫ് എ പ്ലസ് ഇങ്ങനെ എടുക്കുന്നത്. ഈ സിമിലർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്മൾ ഇടുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എത്രത്തോളം ടേംസ് ആഡ് ചെയ്യുന്നോ അത്രത്തോളമേ അവര് സെയിം ആവും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പൊ ഞാൻ ഒറ്റ ടേമേ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം കറക്റ്റ് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ ഇനിയിപ്പം 2 ടേം ആഡ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ സിമിലർ ആവും, ഇച്ചിരി കൂടെ ആക്യുറേറ്റ് ആവും. പറഞ്ഞല്ലോ, 3 ടേം ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ആക്യുറേറ്റ് ആവും. എന്തിനോട്? നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷനോട്. നമ്മൾ പറഞ്ഞല്ലോ ഒറിജിനൽ ഫംഗ്ഷന്റെ അകത്ത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലോട്ട് കൂടുതൽ ടേംസ് ആഡ് ചെയ്യുന്നതനുസരിച്ചാണ് അത് ഒറിജിനൽ ഫംഗ്ഷൻ ആയിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? അങ്ങനെ നമ്മൾ ടേംസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് സിമിലർ ആയിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ ഇൻഫൈനൈറ്റ് ടേംസ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ അത് സെയിം ആവും. അത് പറഞ്ഞല്ലോ, അതായത് ഒരു കർവ് എന്ന് പറഞ്ഞാൽ എവിടെയും തുടങ്ങി എവിടെയും നിൽക്കുമല്ലോ. മൈനസ് ഇൻഫിനിറ്റിയും തുടങ്ങി ചിലപ്പോൾ പ്ലസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമായിരിക്കും, ചിലപ്പോൾ പ്ലസ് ഇൻഫിനിറ്റിയിൽ നിന്ന് വന്ന് പ്ലസ് ഇൻഫിനിറ്റി തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വാട്ടവർ. ഓക്കെ, അങ്ങനെ പറ്റുമോ? തെറ്റിയതാണെങ്കിൽ സോറി. അപ്പം അങ്ങനെ ആണെന്നല്ല, കർവുകൾ നിൽക്കുന്നില്ലല്ലോ, അവരിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞ എന്താ, എക്സ് സ്ക്വയർ അതെവിടാ തുടങ്ങുന്നത്? അത് നെഗറ്റീവിൽ ഒരു പോയിന്റ് എന്നല്ലേ. കാരണം നമുക്ക് എക്സിന് എന്തൊക്കെ വാല്യൂ ഇടാവും, അതായത് ഒരു നമ്പറിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാവോ അതിനനുസരിച്ച് അത് പൊക്കൊണ്ടിരിക്കുക. അതായത് ഒരു കർവ് ഒരിക്കലും എവിടെ സ്റ്റാർട്ടോ സ്റ്റോപ്പോ ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല. 0യിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നെഗറ്റീവ് ഇതിന്ന് തുടങ്ങി ഒരു പോയിന്റ് ചിലപ്പോൾ 0യിൽ എത്തി, ക്രിട്ടിക്കൽ പോയിന്റ് എന്നൊക്കെ വിളിക്കും. 0യിൽ എത്തി, അല്ലെങ്കിൽ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു പോയിന്റ് എത്തി, പിന്നെയും ചിലപ്പോൾ മേലോട്ടൊക്കെ കയറാം. അങ്ങനെയാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ ഇവിടെ പറഞ്ഞത്, നമ്മുടെ ആ ഫംഗ്ഷനോട് സെയിം ആവണേ അത്രയും ടേംസ് ആഡ് ചെയ്യണം. ഇൻഫൈനൈറ്റ് ടേംസ് ആഡ് ചെയ്താൽ ചിലപ്പോൾ അവരോട് സെയിം ആവും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇത് C0 ഇത് C1 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഡ് ചെയ്ത ടേം C2 C3 C4 ഇങ്ങനെ ടേം ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഓൾറെഡി ഇതിന് എന്തുകൊണ്ട് ഈ പവർ വന്നതിന് മനസ്സിലായില്ല. എക്സ് മൈനസ് എ ഇവിടെ നമ്മൾ ദ ഹോൾ സ്ക്വയർ ആണ് കൊടുക്കുന്നത്. ഇത് ഇവിടെ വെറും എക്സ് മൈനസ് എ ആയിരുന്നെങ്കിൽ ഇവിടെ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. എന്തുകൊണ്ടാ സ്ക്വയർ ഇട്ടേ? യു പോലെ വളയ്ക്കാൻ. ഓക്കെ, എന്തുകൊണ്ടാ ക്യൂബ് ടേം? എസ് പോലെ വളയ്ക്കാൻ. എന്തുകൊണ്ടാ 4 ടേം? പിന്നെ മറ്റില്ല, ആ ഉള്ള വളവിനെ തന്നെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ബാക്കി അങ്ങോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാതും ഉള്ള കർവുകളെ വീണ്ടും 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 അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ പവർ ഉള്ള ടേം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ചോദിക്കും എന്തേ നമ്മുടെ ഫാക്ടോറിയലിനൊക്കെ. വെയിറ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഡിഗ്രീസിന് മുമ്പ് വരുന്ന കോഎഫിഷ്യൻസ് ഉണ്ടെന്ന്. ഓക്കെ, ഈ കോഎഫിഷ്യൻസ് ആണ് ആ പറഞ്ഞ ബൈ ഫാക്ടോറിയൽ ടേം ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി വേണ്ടുന്നത് ഈ വാല്യൂസ് C2 C3. കാരണം ഇപ്പൊ ഞാൻ പറയാം, ഞാൻ x2/3 ഫാക്ടോറിയലിന് വരെ x2/7 ഫാക്ടോറിയലിനെ ഇടുന്നെങ്കിൽ കർവ് എൻറ്റയർലി മാറും, കർവിന് ഡിഫറൻസ് വരും. അപ്പൊ എന്ത് വേണം, ഞാൻ വെറുതെ എനിക്ക് വേണ്ടുന്ന ഈ പറഞ്ഞ ഡിഗ്രീസ് ആഡ് ചെയ്ത് മാത്രം പോവുകയോ ഈ സൈൻസ് കറക്റ്റ് ആയോ മാത്രം പോരാ.
ഈ കോഎഫിഷ്യൻസും കറക്റ്റ് ആവണം, എന്നാലേ നമുക്ക് കറക്റ്റ് ലൈനായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ലൈൻ അല്ല, എക്സാക്റ്റ് ആ ഫംഗ്ഷൻ ആയിട്ട്. അതായത് ഈ പറഞ്ഞ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ സൈനും കറക്റ്റ് ആയിരിക്കണം, ഈ കോഎഫിഷ്യന്റും കറക്റ്റ് ആയിരിക്കണം, ഈ ഡിഗ്രീസും കറക്റ്റ് ആയിരിക്കണം. ചില ഫംഗ്ഷൻ നമ്മൾ കണ്ട് എക്സ് ക്യൂബ് കഴിഞ്ഞാൽ പിന്നെ എക്സ് റേസ്റ്റ് 5 ആയിരിക്കും, എക്സ് റേസ്റ്റ് 4 ഒന്നും ചെയ്യാൻ കാണത്തില്ല അവിടെ. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് ഓൺ ഫംഗ്ഷൻസ്. ചില ഫംഗ്ഷൻസിന് ചില ബെൻഡിങ് വേണം, ചിലതിന് വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ് ഇൻഫൈനൈറ്റ് ആകുമ്പോൾ അവർ കണ്ടേ ഇൻഫൈനൈറ്റ് എന്ന് കാണിക്കാനായിട്ട് ഇത്രയും തൊട്ട് നെക്സ്റ്റ് ലൈനിൽ വരണ്ടുന്ന എന്തോ എറർ കാണണം. ഈ ഇവിടം തൊട്ട് ഓക്കെ, ഇവിടം തൊട്ട് നെക്സ്റ്റ് ലൈനിൽ വരണ്ടുന്ന എന്തോ എറർ കാണണം. ഇവിടെ വന്ന കാര്യമൊക്കെ ഉണ്ടാവും എല്ലായിടത്തും. ഇതെല്ലാം നെക്സ്റ്റ് ലൈനിൽ വരേണ്ടുന്നതാ. അതാ ഞാൻ പറഞ്ഞ വായിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ടതാണ്. ഓക്കെ, എന്തോ എറർ കാരണം മേളി വന്ന റിലീസ് ചെയ്യുമ്പോൾ റെഡിയാക്കാം. ഇനി ഇൻഫൈനൈറ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ അവർ സെയിം ആവും എന്ന് പറഞ്ഞു. ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവരുടെയും തലയിൽ കയറണം. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ടേംസ് ആഡ് ചെയ്യുന്നു. സ്ട്രെയിറ്റ് ലൈനിൽ ഒറ്റ പോയിന്റ് മാത്രമേ കിട്ടും. നമ്മൾ ടേംസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് വളഞ്ഞ് വളഞ്ഞ് ആക്യുറേറ്റ് ആയി വന്നുകൊണ്ടേയിരിക്കും. ഇൻഫൈനൈറ്റ് ടേംസ് ആഡ് ചെയ്ത് വെക്കുമ്പോൾ അത് നമ്മുടെ ഫംഗ്ഷനോട് സിമിലർ ആവും. ഏത് ഫംഗ്ഷനാണ്, സൈൻ എക്സോ കോസ് എക്സോ ഇറേസ് ടു എക്സോ എക്സ് സ്ക്വയർ, ഏത് ഫംഗ്ഷനും കൂടെ സിമിലർ ആവും. അതുകൊണ്ട് ഓരോ ഫംഗ്ഷനും ഓരോ സെപ്പറേറ്റ് ഒരു സീരീസ് ഉണ്ട്, ആഡ് ചെയ്ത് നമ്മൾ വളയ്ക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം വരുന്നത്. നമുക്ക് എന്താ വേണ്ട? നമുക്ക് ഓൾറെഡി ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഏത് പോയിന്റിൽ ആയിരുന്നു എന്നാ നമ്മൾ അതായത് നമ്മൾ ഇവിടെ ബെൻഡ് ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അതായത് നമ്മൾ സൈൻ എക്സിന്റെ ഗ്രാഫ് ബെൻഡ് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് വെച്ചാൽ, അതുപോലെ തന്നെ കോസ് എക്സിന്റെ കേസ് എടുത്തപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് നിന്നാണ് നമ്മൾ ബെൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എവിടുന്നാണോ നമ്മൾ ബെൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ സൈൻ എക്സിന്റെ കേസ് എടുത്താൽ നമ്മൾ ഒറിജിന്റെ അവിടെ നിന്ന് ബെൻഡ് ചെയ്ത് തുടങ്ങി, അതായത് 0-യിൽ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മൾ ബെൻഡ് അല്ലെ എക്സ് എന്ന് പറഞ്ഞ ലൈൻ എടുത്തിട്ട് ഒറിജിൻ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് അത് ബെൻഡ് ചെയ്ത് തുടങ്ങി. അതായത് ഒരു റെഫറൻസ് പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യും. ആ റെഫറൻസ് പോയിന്റ് നമ്മൾ പറഞ്ഞ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് നമുക്ക് എവിടെ വേണേലും വെക്കാം. എവിടുന്ന് അതായത് ഇന്ന ഒരു പോയിന്റിൽ മാത്രം വെച്ചിട്ട് അവരെ ബെൻഡ് ചെയ്താലേ കറക്റ്റ് ആവുന്നൊന്നുമില്ല. നമുക്ക് അവര് ഏത് പോയിന്റിലും വെച്ച് നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എങ്ങനെ വേണേലും ബെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ എടുക്കുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എക്സ് മൈനസ് ഈ എ എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, നമ്മൾ എന്താണ് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലൈൻ ഇക്വേഷനിൽ എന്താണ് എ എന്നും എന്താണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുകൂടെ കൺഫ്യൂഷൻ അവിടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മനസ്സിലായാലേ വീണ്ടും പുറമോട്ട് പോകാൻ നോക്കാം. കാര്യം കഴിഞ്ഞു. അപ്പൊ നമുക്ക് എ അറിയാം. ഓക്കെ, നമുക്ക് എഫ് ഓഫ് എ, എഫ് ഡാഷ് ഓഫ് എ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനങ്ങളാണ്. ഓക്കെ, അത് നമ്മൾ C0 എന്താന്ന് നമ്മൾ എഫ് ഓഫ് എ ആണ് നമ്മൾ മനസ്സിലായി. C1 എഫ് ഡാഷ് ഓഫ് എ ആണ് നമ്മൾ മനസ്സിലായി. ഓക്കെ, വെയിറ്റ്, ഇനി എഫ് ഓഫ് എ എഫ് ഡാഷ് ഓഫ് എ എന്താണെന്ന് ചോദിക്കില്ല. അതായത് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ പോയിന്റ് വാല്യൂ, എഫ് ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ ഡെറിവേറ്റീവ്. ഓക്കെ, നമുക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിയല്ലേ, ആ പോയിന്റിലെ വൈ വാല്യൂ, ആ പോയിന്റിലെ ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് കിട്ടാത്ത എന്തൊക്കെയാ? C2 C3 C4 അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുമ്പോൾ Cn ടൈംസ്. ഓക്കെ, അത് തന്നെയാണല്ലോ ടൈലർ സീരീസിന്റെ ഇക്വേഷന്റെ n ടൈംസ് പോന്നെ. അപ്പൊ ഇനി ഈ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് ഫൈൻഡിങ് ദ മിസ്റ്ററി കോഎഫിഷ്യൻസ്. വരാം, നമുക്കിനി നേരെ അതിലോട്ട് കയറാം. നമ്മൾ ഇവിടോട്ട് വരുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താന്ന് മനസ്സിലായി? നമ്മൾ നേരെ ഇങ്ങോട്ടല്ല കൊണ്ടുവന്നത്. നമ്മളിതാ നേരെ ഇവിടെ C1 എന്താ? എഫ് ഡാഷ് ഓഫ് എ യാ. മനസ്സിലായത്? C1 എന്ന് വിളിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അറ്റ് എ യാ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അവിടെ പെർഫെക്റ്റ് കിട്ടി. അതുകൊണ്ട് നമുക്ക് വേണേ ഒരു ഇൻഡ്യൂഷൻ നടത്താം. C2 എന്ന് പറഞ്ഞാൽ ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിലോ, C3 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ തേർഡ് ഡെറിവേറ്റീവ് ആണെങ്കിലോ. അതാണ് ആക്ച്വൽ കേസ്. ഓക്കെ, ആ മിസ്റ്ററി കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ ആക്ച്വലി ആ കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ്. ഇവിടെ നോക്ക്, ഇവിടെ ആ പോയിന്റിലെ വാല്യൂ C0, ഇത് ആ പോയിന്റിലെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള വാല്യൂസാണ് വേണ്ടുന്നത്. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്, ഇത് നെക്സ്റ്റ് ലൈനിൽ വരേണ്ടത് സം എറർ കാരണം മേലത്തെ ലൈനിൽ വന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് ആക്ച്വലി അടുത്തിന് കണ്ടുപിടിക്കാൻ C2 അങ്ങനത്തെ വാല്യൂസ് ഒക്കെയാണ്. അപ്പം ഞാൻ പറയുക C2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് അതിന്റെ കൂടെ കുറച്ച് സാധനം കൂടെ ഉണ്ട്. C3 എന്ന് പറഞ്ഞാൽ തേർഡ് ഡെറിവേറ്റീവ്. എനിക്കത് എങ്ങനെ മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞു.
ഇത് എൻ്റെ C1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പൊ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ അത്. C2 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആവാം. C3 എന്ന് പറഞ്ഞാൽ തേർഡ് ഡെറിവേറ്റീവ് ആവാം എന്നുള്ളത് എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ്. അത്രയും മാത്രം പറഞ്ഞാൽ മതി. ഇനി ഇൻഡ്യൂഷൻ കറക്റ്റ് ആണോ ഇല്ലയെന്ന് കാണിച്ചു തരാം.